ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് വാളയാറിൽ ഒരു അതിഥി തൊഴിലാളി മരണപ്പെട്ടിരുന്നു. മരണപ്പെട്ടത് വെറുതെ ഒരു മരണമല്ല, അത് ആൾക്കൂട്ട മർദ്ദനത്തിനിടയിലാണ് ആ മരണം സംഭവിച്ചിരിക്കുന്നത്. മോഷ്ടാവെന്ന് ആരോപിച്ചായിരുന്നു ആ മർദ്ദനം. സത്യത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് മധുവിനെയാണ് ഓർമ്മ വരുന്നത്. എന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചത്? ഈ വാളയാർ അട്ടപ്പള്ളം അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഒരു കുറിപ്പുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാറില്ല. പക്ഷേ അദ്ദേഹം ഹൃദയം നൊന്താണ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ ഹിതേഷ് ശങ്കർ, പോലീസ് സർജൻ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇത്രയധികം മർദ്ദനമേറ്റ ശരീരം, ധാരാളം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയധികം മർദ്ദനമേറ്റ ഒരു ശരീരം, അതായത് ആ ശരീരത്തിൽ ഒരിടത്ത് പോലും മർദ്ദനമേൽക്കാത്ത ഇടമില്ല. അങ്ങനെയുള്ള ഒരു ശരീരം ആദ്യമായിട്ടാണ് കാണുന്നത്. കാലിൻ്റെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യനെ അത്രയും അതിക്രൂരം എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, അതിനപ്പുറം ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അങ്ങനെ ഉപദ്രവിച്ചു. ജോലി തേടി നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരാളാണ്. 2 പിഞ്ചു മക്കളുള്ള ഒരു മനുഷ്യൻ. അയാൾ കുടുംബം പോറ്റാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. 4 ദിവസമായിട്ടേ ഉള്ളൂ പാലക്കാട് വന്നിട്ട്. ആ മനുഷ്യനെയാണ് ഇങ്ങനെ ചെയ്തത്. ഡോക്ടർ പിന്നെ എഴുതിയിരിക്കുന്ന വാരിയല്ലുകൾ എല്ലാം തകർന്നു, നട്ടെല്ല് ഒടിഞ്ഞു, വടി കൊണ്ടുള്ള അടികളാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും. ഡോക്ടർ പറയുന്നത് മരണശേഷവും മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ മർദ്ദനമേറ്റ് രാംനാരായണൻ ഛർദ്ദിച്ചു, രക്തം ഛർദ്ദിച്ചു. അങ്ങനെയാണ് പിന്നീട് പോലീസ് എത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു. അതുപോലെ തന്നെ തലച്ചോറിന് ക്ഷതമുണ്ട്, ചവിട്ട്, കുത്ത്, ഇതെല്ലാം ശരീരത്തിൽ ഇതിൻ്റെ എല്ലാം പാടുകളുണ്ട്. ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരീരം മുഴുവൻ സ്കാൻ ചെയ്തു, സ്കാനിങ്ങിന് വിധേയമാക്കി. അപ്പോൾ അങ്ങനെ സ്കാനിങ്ങിന് വിധേയമാക്കിയ ശരീരത്തിലെ പരുക്കുകളെല്ലാം കൃത്യമായി കണ്ടെത്താൻ പറ്റി. ഈ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കാനിങ്ങിന്, പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് സ്കാനിങ്ങിന് വിധേയമാക്കുന്നത്. ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 അട്ടപ്പള്ളം മാതാളിക്കാട്, അവിടെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന അതിൻ്റെ സമീപത്തായിട്ടൊരു വീടുകൾക്കും കടകൾക്കും അരികത്തായിട്ടാണ് ഈ രാമനാരായണൻ വന്നത്. അയാൾ അവിടെ വന്നിരിക്കുന്നു. അവിടെ വന്നിരുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ ബന്ധു പറയുന്നത് മദ്യപിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളുമല്ല, അങ്ങനെ ശല്യക്കാരനല്ല. ചിലർ ഭയങ്കര പ്രശ്നക്കാരായിരിക്കുമല്ലോ. അങ്ങനെ മദ്യപിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല. യാതൊരു തരത്തിലുള്ള കേസുകളും ഛത്തീസ്ഗഡിൽ ഇദ്ദേഹത്തിനെതിരെ ഇല്ല. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഛത്തീസ്ഗഡിൽ ഇദ്ദേഹത്തിനെതിരെ കേസുകളില്ല. കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നയാളാണ്. നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, അതിപ്പോൾ നമ്മൾ ഒരു ജില്ല വിട്ട് വേറൊരു ജില്ലയിലേക്ക് പോയാലും, നമ്മുടെ നാട് വിട്ട് കേരളത്തിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയാലും നമുക്ക് ആ ഒരു വീടിനോടുള്ള അടുപ്പമുള്ള ആളുകൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ആ സ്ഥലം നമുക്ക് ചുറ്റുപാടുകളുമായി നമ്മൾ പരിചയിച്ച് വരാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം എന്നുള്ള ചിന്തയുണ്ട്. ഗൾഫിലേക്ക് പോയിട്ടുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ചില ആളുകൾ മടങ്ങി വന്നിട്ടുണ്ട്, കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ രാമനാരായണൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുമായി, ഈ കിൻഫ്ര പാർക്കിനടുത്ത് അവിടെയാണ് ജോലിക്കായിട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തതുകൊണ്ട് തിരികെ നാട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയിലാണ് എഴുതുന്നത്. അപ്പോൾ തിരികെ പോകാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഈ വഴി തെറ്റിപ്പോയി. ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് വഴി തെറ്റിപ്പോയി, വഴി അറിയാൻ വയ്യ. പിന്നെ മദ്യപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വേറൊരു പുതിയൊരു നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നാട്ടുകാർ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ മോഷ്ടാവാണ് എന്ന് പറഞ്ഞിട്ട്, ഈ തൊഴിലുറപ്പുകാർ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, മോഷ്ടാവാണെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ കൂടുന്നത്. ആളുകൾ കൂടി ചോദ്യം ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു. നീ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് മർദ്ദനം തുടങ്ങുന്നത്. അയാൾ പറയുന്നുണ്ട് മർദ്ദിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷം, അതാണ് മധുവിനും അങ്ങനെയായിരുന്നല്ലോ, വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്നു, എടുത്ത ആളുകൾ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇവിടെയും സമാനമായിട്ട് തന്നെയാണ്, ഇവർ തന്നെ അത് പ്രചരിപ്പിച്ചു. 5 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഒന്ന് കിഴക്കേ അട്ടപ്പള്ളം സ്വദേശി അനന്തൻ, മറ്റൊരാൾ എ അനു, സി പ്രസാദ്, പിന്നെ സി മുരളി, കെ ബിബിൻ. ഇത്രയും പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്.
അപ്പോൾ ഇവർ ക്രൂരമായി ഈ രാമനാരായണനെ മർദ്ദിക്കുന്നു. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ അതിക്രൂരമായി ശരീരത്തിൻ്റെ 1 ഇഞ്ച് പോലും ബാക്കി വയ്ക്കാതെ എന്തൊക്കെ ആ മനുഷ്യനെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. എവിടെ നിന്നോ വന്ന കുടുംബം പോറ്റാൻ വേണ്ടി വന്ന ആരോ ആയിക്കോട്ടെ, ഇനിയിപ്പം നമ്മൾ പറയുകയാണ് ഒരു വാദത്തിന് വേണ്ടി പറയുകയാണ് മോഷ്ടിക്കാൻ വന്ന ആളാണ്. മോഷ്ടിക്കാൻ വന്ന ആളിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വന്ന ആളിനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? ഇങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം. അയാളെ പിടിച്ചു വയ്ക്കാം. പിടിച്ചു വെച്ചിട്ട് അയാളെ ക്രൂരമായി, അയാളുടെ കയ്യിൽ മോഷ്ടിച്ച വസ്തുക്കളൊന്നുമില്ല. മോഷ്ടാവാണെന്ന് പറയാൻ അയാൾ എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മോഷ്ടിച്ച എന്തെങ്കിലും സാധനം കൈ വേണ്ടേ? ഇതൊന്നുമില്ല. ഒരു മനുഷ്യനെ കാണുകയാണ്, അപ്പോൾ സംശയം തോന്നുന്നു. നമ്മുടെ അങ്ങനെ ഒരു ഹുങ്കാണ് എൻ്റെ നാട്ടിൽ വന്നിരിക്കുന്നു. അതിപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. ആൾക്കും ആ സ്ഥലം പരിചയമില്ലാത്ത സ്ഥലമായ കൊണ്ട് അതിന്റെ ഒരു അതെ വെപ്രാളം ഉണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാതെ പോയി, വഴിതെറ്റിപ്പോയി. ഇയാൾ ഈ നാട്ടിൽ പോകാനുള്ള, ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇദ്ദേഹത്തിന് നാട്ടിലോട്ടും പോകാനുള്ള ആഗ്രഹത്തിലാണ്. എങ്ങനെയും ഇവിടെ നിന്ന് പോകണം, ഇവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ കാണുന്നു, കണ്ടാൽ ഉടനെ ചെയ്യേണ്ടത് ആദ്യമേ അയാളെ മർദ്ദിച്ച് അവശനാക്കുകയാണോ വേണ്ടത്? നമ്മളായാലും പല സാഹചര്യത്തിൽ ചില ആളുകൾ ചിലപ്പോൾ നമുക്ക് വഴിതെറ്റിപ്പോവാം, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നമ്മൾ എവിടെയെങ്കിലും കിടക്കാം. രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളിനെ കണ്ടിട്ട് ഇയാൾ മദ്യപിച്ച് കിടക്കുകയാണെന്ന് വിചാരിക്കാൻ പറ്റും. എത്രയോ ആളുകൾ അങ്ങനെ വീണുപോയ ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തണം. പോലീസിനെ ഇൻഫോം ചെയ്താൽ പോലീസ് വന്ന് കൊണ്ടുപോകും. ബാക്കി കാര്യങ്ങൾ പോലീസ്. അതിന് ഇവിടെ ഒരു നിയമ സംവിധാനം. അപ്പം നമ്മുടെ നാട്ടിലെ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ മനുഷ്യർ രംഗത്ത് വരികയാണ്. രംഗത്ത് വന്നിട്ട് ഈ പാവം മനുഷ്യനെ, ആരോരുമില്ലാത്ത, ഭാഷ മനസ്സിലാകുന്നില്ല, എന്നെ എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല, ഒരു കാര്യവുമില്ലാതെ ഒരു മനുഷ്യനെ അതിക്രൂരമായി മുൻപരിചയമില്ലാത്ത ഒരാളാണ്, എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ള ഒരാളല്ല. നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു എന്നതിൻ്റെ പേരിൽ, അവിടെ ഇരുന്നു എന്നതിൻ്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. മർദ്ദിച്ച് മർദ്ദനമേറ്റ് രക്തം ഛർദ്ദിച്ച് അവിടെ വീഴുന്നു. കുറേ സമയം അവിടെ കിടക്കുന്നു. കിടന്നതിന് ശേഷമാണ് പിന്നീട് പോലീസ് വരുന്നത്. പോലീസ് വന്ന് ഈ രാമനാരായണനെ ആശുപത്രിയിലാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ ആരാണെന്ന് അറിയത്തില്ലല്ലോ. പോക്കറ്റിൽ നിന്ന് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ ലഭിച്ചു. ആ ഫോൺ നമ്പറിലൂടെയാണ് ബന്ധുക്കളെ അറിയിച്ചത്. ഇയാൾ തന്നെ ബന്ധു ഇവിടെയുണ്ട്, ശശികാന്ത് ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി. ശശികാന്താണ് പറഞ്ഞത്, ഇങ്ങനെ മറ്റ് പ്രശ്നങ്ങളുള്ള ഒരാളല്ല, ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ട്, 8ഉം 10ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ, 8ഉം 5ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. ആ മനുഷ്യൻ ആ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി, തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി, എല്ലാവരും പറയുന്നു കേരളത്തിൽ വന്നാൽ അത്യാവശ്യം സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്ന തരത്തിൽ ജോലികൾ കിട്ടും, ഇവിടെ വന്നാൽ ഏത് ജോലിയും കിട്ടും, അത് സത്യമാണ്. അപ്പോൾ അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു, ഹോട്ടലിലായാലും മാർക്കറ്റിലായാലും എവിടെയായാലും അവരാണ്. അങ്ങനെ ആ പ്രതീക്ഷയോടുകൂടി വന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഇവിടെ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ തിരിച്ചു പോകാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ, തിരിച്ചയാൾക്ക് അദ്ദേഹത്തിന് അവരെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ തിരിച്ചടിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിൽ മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ മദ്യപിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ മർദ്ദിക്കാൻ എന്താണ് അവകാശം? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ധാരാളം ആളുകൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ഈ വീഡിയോ പ്രചരിപ്പിച്ചു. അതും ഇവർക്കെതിരെയുള്ളൊരു തെളിവായിട്ട് മാറും. നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടുകേൾവി, നമ്മൾ മധുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, അത് നമ്മുടെ നാട്ടുകാരനാണ്. മധുവും ഇതുപോലെയാണ്. അതെ, വേദനയാണ്. അതുപോലെയാണ് നമുക്ക് ഹൃദയം ഉള്ള മനുഷ്യർക്കൊക്കെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നും. കാരണം ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് പോകും. സ്വന്തം നാട്ടിലല്ല, വേറൊരു കിലോമീറ്ററുകൾ താണ്ടി വേറൊരു നാട്ടിൽ വന്ന് ഒറ്റപ്പെട്ടു പോയി വഴിയറിയാൻ വയ്യാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഇത്തരം ആളുകൾ ഒരുമിച്ച് കൂടി വടികൊണ്ടും അവരുടെ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ മർദ്ദിക്കുകയാണ്. എന്തിനാണ് മർദ്ദിക്കുന്നത്? അതുപോലെ ആർക്കറിയാൻ മേല. അതെ, മർദ്ദിച്ച ഒരാളെ കൊല്ലുകയാണ്. അതൊന്നും അനുവദിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ അനുവദിച്ചാൽ പിന്നീട് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരും കൂടെ ഉള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ പറയും അവന്മാരെ എല്ലാം, ചിലർ പറയത്തില്ല അവന്മാരെ എല്ലാം ഇവിടെ നിന്ന് ഓടിക്കണം, എൻ്റെ ഈ തോക്കുണ്ടെങ്കിൽ വെടിവെക്കും,
അവരെല്ലാം ഇവിടുന്ന് അവര് ഇവിടെ വരുന്ന പോലെയല്ലേ നമ്മളും ഓരോ യൂറോപ്യൻ രാജ്യത്തൊക്കെ പോകുന്നത്. അല്ല, അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ നിശ്ചലമായി പോവും. ഇവിടെ ഉള്ള ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുമോ? ഹോട്ടലിൽ ചെന്ന് പൊറോട്ട അടിക്കുമോ? പൊറോട്ട കഴിക്കണ്ടേ? പൊറോട്ട കഴിക്കാൻ ആര് വരണം? അവർ വരണം. കറി ഉണ്ടാക്കണമെങ്കിൽ അവർ വരണം. പാത്രം കഴുകാൻ അവർ വരണം. റോഡ് പണിക്ക് അവർ വരണം. പാലം പണിയാൻ അവർ വരണം. പച്ചക്കറി കടയിൽ അവർ വേണം. പണിയെടുക്കാൻ അവര് വേണം. അല്ല, പ്ലംബിങ്ങിന് പോലും അവർ വേണം. ഉം. പിന്നെ അതുപോലെ നമ്മുടെ വീട് പണിയാൻ അല്ലേ, നമ്മൾ മൈക്കാട് പണി എന്ന് പറയും. ഇതിനെല്ലാം അവർ വേണം. അവരില്ലാത്ത ഒരു അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. അപ്പോൾ അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് തൊഴിൽ, നമ്മളും പോകുന്നില്ല ഈ പറഞ്ഞ പോലെ എത്രയോ ഇടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അങ്ങനെ തൊഴിൽ തേടി വരുന്ന ആളുകളെ ഉപദ്രവിക്കാനോ ശാരീരികമായി ഇല്ലാതാക്കാനോ ഒന്നും ആർക്കും അവകാശമില്ല. അങ്ങനെ അവകാശം ഉണ്ടെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. അങ്ങനെ വെല്ലുവിളിക്കുന്ന ആളുകളെ ഒന്നും പുറത്തുവിടാൻ പാടില്ല, അവർ പിടിച്ചകത്തിടണം. ഈ വീഡിയോ തന്നെ അവർക്ക് എതിരായിട്ടുള്ളതല്ലോ, ബംഗ്ലാദേശിയാണ്. ശരി, ബംഗ്ലാദേശിയാണെങ്കിൽ ഇവരെ ആരെ ഏൽപ്പിച്ച് ചോദ്യം ചെയ്യാൻ? ബംഗ്ലാദേശിയെ എടുത്തിട്ട് ഇടിക്കാൻ ഇവർക്ക് ആര് അനുവാദം കൊടുത്തു? ബംഗ്ലാദേശിയോ അല്ലെങ്കിൽ നേപ്പാളിൽ നിന്ന് വന്ന ആളോ ഭൂട്ടാനിൽ നിന്ന് വന്ന ആളോ എവിടുന്നെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അയാളെ മർദ്ദിക്കാൻ, അങ്ങനെ വരുന്ന ഒരു മനുഷ്യനെ മർദ്ദിച്ച് കൊല്ലാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? അപ്പോൾ അങ്ങനെ അധികാരം, ഞങ്ങൾക്ക് അങ്ങനെ അധികാരമുണ്ട് എന്ന് തോന്നുന്ന ആളുകളെ ഇനി പുറത്തു വിടാൻ പാടില്ല. ഇവർ കുറച്ച് ആൾ കഴിയുമ്പോൾ ഇതേ പുറത്ത് അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു ആരോരുമില്ലാത്ത മനുഷ്യനെ, അത് മാത്രമല്ല ഇദ്ദേഹം തൻ്റെ മക്കളോട് അതിതീവ്രമായ അത്രയധികം ഗാഢമായ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ മക്കളെ കാണണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ആ മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരികെ പോകാൻ ഇരുന്നത്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. തങ്ങളുടെ അച്ഛൻ തങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോയാണ്. ആ അച്ഛനെ ഇപ്പോൾ കൊണ്ട് ചെല്ലുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ശരി.